തമാശകൾ പ്രായത്തിനനുസരിച്ചാവണം മോളെ, പ്രായത്തിനനുസരിച്ചാവണം മോളെ, അധികമായാൽ അമൃതും വിഷം എന്നാണ്. കൊണ്ട് മിത്രങ്ങളെ ഉരുപൊട്ടി. കേവലം ഒരു 5-6 വയസ്സുള്ള ഒരു ചെറിയൊരു മോള് ഒരു ട്രോള് വീഡിയോ ചെയ്തതിന്റെ അടിയിൽ മുഴുവൻ തെറിയാണ് സംഖ്യകളെ. തെറി എന്നൊക്കെ വെച്ചാൽ എന്തോരം തെറി എന്നറിയാം. അതായത് ഒരു ചെറിയ കുട്ടി ആണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാണ്ടാണ് ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ചങ്ങായിമാരെ, ഇവിടെ LDF, UDF, മുസ്ലിം ലീഗിനും, മുസ്ലിം ലീഗിനൊക്കെ ട്രോളിയിട്ട് കൊല്ലനാണ്. ഇപ്പോ അവരൊരു വീഡിയോ ട്രെൻഡിങ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കൊന്നുകൊല വിളിച്ചിട്ട് അവരാരും ഈ പറഞ്ഞ പോലെ അസഹിഷ്ണുതയോടോ അല്ലെങ്കിൽ ഇതേപോലെ തെറിവിളിയോ ഒന്നും ഞാൻ അവരൊന്നും കമന്റ് ബോക്സിൽ അങ്ങനത്തെ ട്രോൾ ചെയ്തവരൊന്നും ഞാൻ കണ്ടിട്ടില്ലടാ. പക്ഷെ സംഖ്യള ഒരു ചെറിയൊരു ഒരു മകളാന്ന് പോലുള്ള പരിഗണന കൊടുക്കാണ്ട് ആ പെണ്ണിന് ആ ചെറിയൊരു മോളെ എടുത്തിട്ട് ഇവര് ഊക്കി എന്തൊക്കെയാ തെറികളാണ് ആ ചെറിയ മോളെ ഇവര് വിളിക്കുന്നത്. അവിടെ ഉളുപ്പുണ്ടടാ നായ്ക്കള. നിങ്ങൾക്ക് ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ആയിട്ട് കാണാൻ ശ്രമിക്കടാ. ഇവിടെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഭയങ്കരമാണെങ്കിൽ കേരളത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് കൊണ്ടുവരും പറയുന്നത് കേവലം ഒരു ചെറിയൊരു മോൾ ഒരു വീഡിയോ ഇട്ടിട്ട് അത് കാണാൻ വരെ ഉള്ള സഹിഷ്ണുത ഇല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ വലിയ തേങ്ങ മാങ്ങല കൊണ്ടുവരണ്ടേ? ഉളുപ്പുണ്ടടാ നായ്ക്കളെ. ഈ ഒരു വീഡിയോ ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന, ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും കണ്ടാൽ മനസ്സിലാവും ഇതൊരു പക്ക ഈ പ്രീണന്റെ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃദ്ധി വിശാൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഡാൻസും അതേപോലെ ഈ പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി, ഈ പറഞ്ഞ പല റിയാലിറ്റി ഷോകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനും മുന്നേ വല്ലപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ വീഡിയോകളൊക്കെ കാണാറുണ്ട്, ഡാൻസിങ് വീഡിയോ ഒക്കെ കാണാറുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി BJPയുടെ ഈ പറഞ്ഞ കാൻഡിഡേറ്റുകളെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മേ ബി അതൊരു രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം. മേ ബി അവരുടെ പാരന്റ്സ് ഈ പറഞ്ഞ ഇടതു മുന്നണിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ UDFനെയോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഏതെല്ലോ അഖിൽമാരും അങ്ങനെയുള്ള ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ പറഞ്ഞ BJP കാൻഡിഡേറ്റ്സിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ആ വീഡിയോയിലൂടെ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തിട്ടല്ല, അതിനെ റീഷെയർ ചെയ്തുകൊണ്ട് ഒരു ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ, അയാളെ പേരെനിക്കറിയില്ല, അയാളൊരു BJP അനുഭാവിയാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്തു. അതായത് വേറെ അസഭ്യ വാക്കുകളൊന്നും അതിലില്ല, ഒരു മാന്യമായിട്ടുള്ള ഇതിലൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിനെ വീണ്ടും ട്രോളിക്കൊണ്ട് അതിനെ വീണ്ടും എടുത്ത് റീഷെയർ ചെയ്തുകൊണ്ട് മേൽപ്പറഞ്ഞ വ്യക്തി, അയാളുടെ പേരൊന്നും എനിക്കറിയില്ല, സഫ്വാൻ റോഷൻ, ഇദ്ദേഹം അതിനെ വീണ്ടും എന്ത് ചെയ്തു, റീഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കമന്റ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചുതരാം. എൻ്റെ കൽക്കി ലൈവ് എന്നുള്ള പേജിൽ നിന്ന് ഞാനൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കുട്ടികളെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇരവാദം മുഴക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീകളെ മുൻനിർത്തി പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അടിയും പിടിയൊക്കെ ഒഴിവാക്കാം. കാരണം മേൽ പറഞ്ഞ രണ്ടിനോടും ആൾക്കാർക്ക് കരുതലുണ്ട്, ഭയമുണ്ട്, അതേപോലെ ഭാവി കോൺസിക്വൻസിനെ പറ്റി നന്നായിട്ട് അറിയാം. ഈ അടുത്ത് തന്നെ കൊച്ചിയിൽ തട്ടമിട്ട ഒരു ചെറിയ പെൺകുട്ടി വന്ന് സ്റ്റേജിൽ വന്നിട്ട് ഈ പറഞ്ഞ വി ശിവൻകുട്ടിയും മറ്റേ ബിന്ദു ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഈ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ഉണ്ടോ, ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ത്, എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ. അതേപോലെ പൊളിറ്റിക്സിന് വേണ്ടി സ്ത്രീ കുട്ടികൾ തുടങ്ങിയ തുറുപ്പ് ചീട്ടുകളെ വെച്ച് കളിക്കുന്നതല്ലേ ഇതൊക്കെ. അപ്പോൾ അപ്പൊ ലാസ്റ്റ് ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ, ലാസ്റ്റ് ആരെങ്കിലും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഇരവാദമുണ്ട്. അതായത് കുട്ടിയല്ലേ, ന്യൂനപക്ഷമല്ലേ, പെണ്ണല്ലേ എന്നുള്ളൊരു ടൈപ്പ് ഇരവാദം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ ഒപ്പീനിയൻ അതിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത് ഇവിടുത്തെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിനും അതേപോലെ കമ്മികൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി ഈ മൂന്നാമത് തലപൊക്കി വരുന്ന ഈ BJP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ എങ്ങനെയെങ്കിലൊക്കെ അടിച്ചു കൊടുക്കണം, എങ്ങനെയെങ്കിലും. അപ്പോൾ അതാണ് ഇപ്പം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ മൊത്തം കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നൊക്കെയുള്ള കുറേ അധികം കണ്ടന്റ് ക്രിയേറ്റർമാര് ഫുള്ള് BJP അല്ലെങ്കിൽ RSS ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സിനെയൊക്കെ ട്രോളി ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രോപ്പഗണ്ട എന്നോ അല്ലെങ്കിൽ അജണ്ട എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. മറ്റേ ദുരന്തർ എന്നുള്ള മൂവിയെ പ്രോപ്പഗണ്ട എന്ന് പറഞ്ഞ കുറെ ആൾക്കാരാണ്. അതേപോലെ അപ്പോൾ ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം ശരി തന്നെയാണ്. കാരണം നമ്മൾ ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പിന് ഈ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം. കാരണം ആരെങ്കിലും ഒരു പരാമർശം നടത്തുന്നത് അല്ലെങ്കിൽ ആരുടെങ്കിലും നാവിന്ന് എന്തെങ്കിലും ഒരു മോശം വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാർ. പിന്നെ ഇതിൽ എന്റെ ഒപ്പീനിയൻ രേഖപ്പെടുത്താനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഫ്വാൻ റോഷൻ പറഞ്ഞു എന്താ, ഈ ചെറിയ കുട്ടിയെ പോലും വെറുതെ വിടാത്ത ഈ പറഞ്ഞ സംഘപരിവാറിന്റെ അജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എന്തൊക്കെയോ പൊലിപ്പിക്കുന്നുണ്ടായി. അതിനിടയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ വട്ടത്തെയും ഒക്കെയുള്ള ശ്രീകൃഷ്ണ ജയന്തി പരിപാടിയും അതേപോലെ അങ്ങനെയുള്ള പല പരിപാടികളുടെയും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വീഡിയോ താഴെ ഈ പറഞ്ഞ ന്യൂനപക്ഷക്കാർ തന്നെ വന്നിട്ട് ഈ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ ടാബ്ലോ, അതായത് ശ്രീകൃഷ്ണന്റെയോ അല്ലെങ്കിൽ രാധയുടെയോ ഈ ടാബ്ലോ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, മേക്കപ്പ് ഒക്കെ ചെയ്ത് ഈ പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്, അപ്പൊ അവരെയൊക്കെ വളരെ മോശമായിട്ട്, അതായത് നമ്മൾ ഇപ്പം ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വേശ്യ, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയൊക്കെ നമ്മൾ അസഭ്യം പറയുന്നത് പോലെ അത്രയും മോശമായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കളവ് പറയേണ്ട ആവശ്യമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള രാംനവമി തുടങ്ങിയിട്ടുള്ള പരിപാടികൾക്കൊക്കെ ഈ ടാബ്ലോ അല്ലെങ്കിൽ പറഞ്ഞ ഘോഷയാത്ര പോകുന്ന കുട്ടികളെ വെച്ചിട്ട്, അത് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അതായത് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടില്ല, അത്രയും മോശമായിട്ട് അവരെ പറയുന്നൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, പഴയ ഏതെങ്കിലും ന്യൂസ് ചാനലുകളിൽ വന്ന
പിന്നെ ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങിയിട്ടുള്ള എന്നിവയുടെ പോസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതിന്റെ താഴത്തെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരെണ്ണം കിടപ്പുണ്ടാവും, ഉറപ്പാണ്. ഇതിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ എല്ലാവരും കണക്കാം. അതായത് അവർക്ക് താല്പര്യമില്ലാത്ത ഏതൊരു സംഘടനയെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തികളെയും അവർ എങ്ങനെയെങ്കിലും പിന്നെ ഒതുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരെ പരിഹസിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള ടോക്സിസിറ്റി ഏതെങ്കിലും ഒരു വഴിക്ക് പുറന്തള്ളപ്പെടും. അതാണ് പൊളിറ്റിക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പങ്ങളെയോ നിങ്ങൾക്ക് മുൻനിർത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കുട്ടികളെ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ചെയ്യും. അതേ സമയത്ത് മറ്റുള്ള വ്യക്തികളെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിയോ അല്ലെങ്കിൽ മതസമുദായത്തെയോ, അതേ സമയത്ത് മറ്റുള്ള വ്യക്തികളെയോ അല്ലെങ്കിൽ സമുദായത്തിനെയോ അല്ലെങ്കിൽ മതം എന്നിവയൊക്കെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെയൊക്കെ പരിഹസിക്കുമ്പോൾ അത് മറ്റൊരു എക്സ്റ്റെൻഡിലേക്ക് കാര്യങ്ങൾ പോവുക ചെയ്യും. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കോട്ടെ, നിങ്ങൾ BJP യോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ഇപ്പം SDPയോ എന്ന് വേണ്ട ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ തുറുപ്പ് ചീട്ട്, ഈ സ്ത്രീ പെൺകുട്ടികൾ, ഇതൊക്കെ കുട്ടികളെയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഭേദം.